ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ റോളാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് അതിലേക്ക് ഹോൾ ഗരം മസാല, സിന്നമൺ സ്റ്റിക്ക്, കാർഡമം, ക്ലോവ്സ്, ബേ ലീവ്സ്, അല്പം ടർമറിക് എന്നിവ ചേർത്ത് കുക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സ്ലൈസ് ഒനിയൻ, സോൾട്ട് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി വഴറ്റി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ആ കുക്ക് ചെയ്ത ചിക്കൻ നമുക്ക് നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ ചിക്കൻ വെച്ചിരുന്നു, അത് ഷ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാണ്. അതിനുശേഷം വഴറ്റി വെച്ചിരുന്ന ആ ഒനിയനിലേക്ക് നമുക്ക് അല്പം കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, പിന്നെ അല്പം ടർമറിക്ക്, അല്പം ഗരം മസാല, അല്പം കസ്തൂരി മേത്തി ലീവ്സ് നമുക്കത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കുക്ക് ചെയ്തെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ അല്പം മൈദ, സോൾട്ട്, വാട്ടർ എന്നിവ ചേർത്ത് ഒരു ഡോ തയ്യാറാക്കി വെച്ചിരുന്നു. അത് നമുക്ക് പോർഷൻ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് അല്പം ക്യാരറ്റ്, ഷ്രെഡഡ് ചെയ്ത ക്യാരറ്റ്, നമ്മൾ ആ ഷ്രെഡ് ചെയ്ത ചിക്കൻ നമുക്ക് ചേർത്ത് വഴറ്റാം. അതിലേക്ക് അല്പം മസാല, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് അല്പം വൈറ്റ് ക്യാബേജ്, അല്പം ക്യാപ്സിക്കം എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല നമുക്കതിലേക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ മസാല തയ്യാറാക്കി വെച്ചിരുന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ റോൾ ചെയ്യാനുള്ള ബേസ് ഉണ്ടാക്കാം. ചപ്പാത്തി പരത്തുന്ന മാതിരി നമുക്ക് പരത്തി ആ ഡോ എടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ വീശി തിൻ ലെയറായിട്ട് എടുക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതുകൊണ്ട് ഞാനത് വീശി നല്ല തിൻ ലെയറായിട്ട് എടുത്ത് ഞാൻ ആ സ്റ്റഫിങ് അതിൽ ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസ്, ഫ്ലവർ, എഗ്ഗ് എന്നിവ ഉപയോഗിച്ച് നമുക്കത് ക്രംബ് ചെയ്ത് റെഡിയാക്കാം. അത് ഞാൻ ക്രംബ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. കളർ ഒരുപാട് ബ്ലാക്ക് ആകാൻ പാടില്ല, ഗോൾഡൻ കളർ. ഇപ്പം നല്ല ക്രിസ്പിനെസ് ആയിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്, മയണൈസ് എന്നിവ ഉപയോഗിച്ച് നമ്മൾ കഴിക്കാവുന്നതാണ്. അല്പം വേഫേഴ്സ്, ഞാൻ അതിൻ്റെ കൂടെ അല്പം വേഫേഴ്സ് ചേർക്കുന്നു. ഗാർണിഷായിട്ട് ഒരു മിൻറ്റ് ലീവ്സും ചേർക്കുന്നു. ഇത് നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.